ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ മിനീഷ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പഠിക്കണം. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഇനിയും വരാൻ പോകുന്ന ഡിഗ്രി തലത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ്. കേരള ഹൈക്കോടതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ജോബ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം. സാധാരണ PSC എക്സാമിൽ നിന്ന് ഈ എക്സാമിന് കുറച്ചധികം വ്യത്യാസമുണ്ട് കറണ്ട് അഫയേഴ്സ് പാറ്റേണിലൊക്കെ. അപ്പോൾ ഇന്നത്തതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പ്രാധാന്യത്തോടെ പഠിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നോക്കിക്കോളൂ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്, അല്ലേ? നമുക്കറിയാം കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സിൻ്റെ ട്രെൻഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഓരോ ഇയറും എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ 2016 ഇതിൽ എത്ര കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്? 2016 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 18 തൊട്ട് 20 വരെ ചോദ്യങ്ങൾ ചോദിച്ച ഒരു വർഷമായിരുന്നു ഈ 2016 ഉണ്ടായിരുന്നത്. എന്നാൽ 19 എത്തിയപ്പോൾ കറണ്ട് അഫയേഴ്സ് ഏകദേശം 10 തൊട്ട് 12 മാർക്കിന് വരെയായി. 2020 എത്തിയപ്പോഴും 8 തൊട്ട് 10 വരെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നായി. 22 6 മുതൽ 8 വരെ ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചത്. 24 എത്തിയപ്പോഴോ 10 മുതൽ 12 വരെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വെയിറ്റേജ് മനസ്സിലായി, എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇത്രയും മാർക്കിനെ ചോദിക്കും. ഏകദേശം നമുക്കൊരു 10 തൊട്ട് 12 വരെ ഒരു ആവറേജ് പറയാൻ സാധിക്കും, അല്ലേ? അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു ട്രെൻഡിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ത് പോർഷൻസ് ആണ് അവിടെ പഠിക്കേണ്ടത്. നോക്കിക്കേ, ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ 16 തൊട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൽ ഗവൺമെൻറ് സ്കീംസ് ആൻഡ് മിഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 8-10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതാണ്. അത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോഗ്രാംസിനേക്കാളും കൂടുതൽ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാംസാണ് ചോദിച്ചിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും നിറസാന്നിധ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് പിന്നീട് നോക്കാം. സ്പോർട്സ് പ്രാധാന്യത്തോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് പൊസിഷൻസ് ചോദിച്ചിട്ടുണ്ട്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ലീഡേഴ്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ്, ഹെൽത്ത് ആൻഡ് മെഡിസിൻ, ജുഡീഷ്യറി, ലീഗൽ ഡെവലപ്മെൻറ്റ്, ബുക്സ്, കൾച്ചർ, ആർട്സ്, സ്പേസ് ആൻഡ് അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകളുണ്ട്, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് സമിറ്റ്സ്, എക്കണോമി ആൻഡ് ബാങ്കിങ്. അപ്പോൾ ചോദ്യങ്ങളിൽ നമുക്ക് ആദ്യം മനസ്സിലായി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഗവൺമെൻറ് സ്കീംസ്, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ ഏരിയാസ് ആണെങ്കിൽ അതിൽ തൊട്ട് താഴെയാണ് സ്പോർട്സും അപ്പോയിൻമെൻറ്റ്സും ഒക്കെ വരുന്നത്. പിന്നെന്താണ്, അവാർഡ്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ ഒരു വെയിറ്റേജ് ഉള്ള ഏരിയാസിൽ വരുന്നു. അത് കഴിഞ്ഞ് ഓരോ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ 5 തൊട്ട് 7 വരെയാണ് വന്നത്. നമുക്ക് എക്കണോമി, ബാങ്കിങ് ഒക്കെയാണ് കുറച്ചൊരു ലീസ്റ്റ് പ്രയോറിറ്റിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2016 ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്യുമ്പം അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും അവിടുത്തെ എന്താണ് നമ്മൾ സ്റ്റാറ്റിക് GK ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്പോർട്സിൽ നിന്ന് 16 തന്നെ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു? നമ്മുടെ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ഈ ഒളിമ്പിക്സ് വരുമ്പം അന്ന് നമ്മുടെ PV സിന്ധുവിന്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സാക്ഷി മാലിക്കിന് ഒക്കെ അവാർഡ് കിട്ടിയതാണ്, അല്ലേ? അപ്പോൾ PV സിന്ധുവിന് വെള്ളിക്ക് ബാഡ്മിൻ്റണിന് വേണ്ടിയാണ് അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ സാക്ഷി മാലിക്ക് വെങ്കലമാണ് കിട്ടിയത്. അപ്പോൾ ഇന്ത്യൻ താരങ്ങൾ, ഇന്ത്യയുടെ മെഡൽ നില തുടങ്ങിയവയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. അപ്പം ഒളിമ്പിക്സ് പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. ഇനി ഈ ഒരു തവണ വരുമ്പോഴും നമുക്ക് ഒളിമ്പിക്സിന് പ്രാധാന്യമുള്ള വർഷങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിന് പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കുക. ICC ചെയർമാൻ വീണ്ടും സ്പോർട്സിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ICC ചെയർമാൻ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇനിയും നോക്കിക്കേ, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വേൾഡ് ഹെൽത്ത് ഡേ. ചോദിച്ചു വേൾഡ് ഹെൽത്ത് ഡേ. അപ്പോൾ ഒരു ദിവസങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കും? നമ്മൾ തീമുകൾ പഠിക്കും, അല്ലേ? തീമുകളുണ്ടാകും. പിന്നെന്താണ്, ഓരോ വർഷത്തെ തീമുകളും ഉണ്ടാകും. പിന്നെ അതിൻ്റെ എന്തെങ്കിലും കോമമോറിയൽ സ്റ്റാമ്പുകൾ ഇറക്കുന്നുണ്ടോ, പ്രോഗ്രാംസ് ഇറക്കുന്നുണ്ടോ, അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടേത് പഠിക്കുക.
ഹെൽത്ത് ഡേ എന്ന് പറയുമ്പം സയൻസുമായി ബന്ധപ്പെട്ട കുറേ ദിവസങ്ങൾ നമ്മൾ പഠിക്കും. എന്തൊക്കെയാണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് നിങ്ങൾ ആ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ മതി. സയൻസുമായി ബന്ധപ്പെട്ട് ഇപ്പം മാത്സിനൊരു ഡേ ഉണ്ടാകും, സയൻസിനൊരു ഡേ ഉണ്ടായിരിക്കും, ഇപ്പം രാമാനുജനുമായി ബന്ധപ്പെട്ടായിരിക്കും മാത്സ് ഡേ വരുന്നത് അല്ലേ. അപ്പോൾ എന്തിനായിരിക്കും ഇനിയും നമ്മൾ എന്തിനാണ് സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എന്ത് ആഘോഷത്തിനാണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. വെറ്റ്ലാൻഡ് ഡേ പഠിക്കുന്നുണ്ട്, പിന്നെന്താ എയ്ഡ്സ് ഡേ പഠിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡേ അല്ലേ, ജലദിനം, വനദിനം, അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് നോക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് മറന്നു പോകരുത്. ഇനിയും ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവിടെ ചോദിച്ചത്. അത് നമ്മൾ IT-യുമായി ബന്ധപ്പെട്ട് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, നമ്മുടെ പ്രോഗ്രാംസുമായിട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഇറ്റാലിയൻ ഓപ്പൺ, വീണ്ടും സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ശക്തി എക്സസൈസ് മനസ്സിലായോ? അപ്പം ശക്തി എക്സസൈസുകൾ എപ്പോഴും നമ്മൾ PSCക്ക് പഠിക്കുന്ന പോർഷൻ തന്നെയാണ്, അതേ ലെവലത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അവിടെ ചോദിച്ചത്. ഇനിയും ISA സാധാരണ രീതിയിൽ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ആവർത്തിച്ച് കണ്ടിട്ടില്ലാത്തൊരു ഏരിയാസ് ആയിരുന്നു ഇവിടെ ചോദിച്ചത്. ISA ഇൻ്റർനാഷണൽ സോളാർ അലയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ കമ്മീഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ചോയ്സ് അവാർഡ്, അപ്പം ആ ഏരിയാസ് മനസ്സിലായല്ലോ. എന്നാൽ ഇവിടെ നിങ്ങൾ ആ വർഷത്തെ തന്നെ സ്റ്റാറ്റിക് GK ഒന്ന് നോക്കിക്കേ. കൺട്രീസ്, ക്യാപിറ്റൽസ്, അതും നമുക്ക് ഒരുമിച്ച് സ്റ്റാറ്റിക് GK എന്ന് പറയാൻ പറ്റില്ല. അവിടെയും എന്തെങ്കിലുമൊക്കെ പരിഗണനയിൽ വരുന്ന രാജ്യങ്ങളാണ്, ആ തവണ വാർത്തകളിൽ വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽസോ ആണ് വരുന്നത്. ഇനിയും റിവേഴ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഇൻവെൻറ്ററേഴ്സ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതപ്പോൾ നമുക്ക് പറയാൻ പറ്റും CAയുടെ ഒരു പാർട്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസിനെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ കേരള ഹൈക്കോടതി CGA ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, നാഷണൽ പാർക്കുകൾ വന്നിട്ടുണ്ട്, സ്പേസ്, സ്പോർട്സ്, ഫേമസ് പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് GK പാർട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് GK നിങ്ങൾ എന്ത് നോക്കിയാലും അതിലെ ഇപ്പോഴാരാണ് പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നോക്കി പോകുക. ഇനിയും നമുക്ക് അടുത്ത ഒരു വർഷത്തിലേക്ക് വന്നാൽ 19ലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയ കുഴക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. വാർത്തകൾക്ക് തന്നെയാണ്, പത്രവാർത്തകൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഡൊണാൾഡ് ട്രംപ് പുടിൻ സബ്മിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാംനാഥ് കോവിന്ദ് വിസിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിഷൻ സത്യനിഷ്ഠ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഉഡാൻ സ്കീമിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ്, ഇത് കണ്ടോ, പുര എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹിന്ദി കോൺഫറൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഇതിൽ കൂടുതലും നമ്മൾ നന്നായി പത്രം വായിക്കുകയാണെങ്കിൽ കിട്ടുന്ന വാർത്തകളാണ്, കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി. പക്ഷേ പത്രവാർത്തകളിൽ കൊടുക്കുന്ന വാർത്തകൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, എല്ലാം പത്രം വായിക്കുന്നത് മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെ ചോദിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ്. ഇവിടെ വീണ്ടും സ്റ്റാറ്റിക് GKയിൽ ആസിഡ് റെയിൻ, കാർബൺ നെഗറ്റിവിറ്റി കൺട്രി, കുക്ക മൂവ്മെൻറ്റ്, പല്ലവ ആർക്കിടെക്ചർ, മൈക്രോ ഫിനാൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്, ആർട്ടിക്കിൾ 356, RBI, ന്യൂക്ലിയർ റിയാക്ടർ മോഡറേറ്റർ, കൺകറൻറ്റ് ലിസ്റ്റ്, ഫോക്ക് ഡാൻസസ്, പെയിൻറ്റിങ്സ്, പാർലമെൻറ്റ്, വാട്ടർഫോൾസ്. ഈ സ്റ്റാറ്റിക് GK നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തവണയിലെ പത്രവാർത്തകളിൽ വന്ന ഏരിയാസിന് കൂടുതൽ വീണ്ടും സ്റ്റാറ്റിക് GKയിൽ കണക്ഷൻ വന്നിട്ടുണ്ട്. അതാണ് ഈ കുറച്ച് വാർത്തകൾ ആ വർഷങ്ങളിൽ വന്ന RBIയുടെ ആണെങ്കിലും മോണിറ്ററി പോളിസി അല്ലെങ്കിൽ RBIക്ക് ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം വെറുതെ നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് മാത്രം പഠിച്ചിട്ടല്ല, അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK പിക്ക് ചെയ്യാനുള്ള കാരണവും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. സോ കറണ്ട് അഫയേഴ്സിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പത്രം പ്രോപ്പർലി വായിക്കുക. അത് ആദ്യം തൊട്ട് തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. 2020 വന്നേക്ക് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു NEP എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട്. ഇവിടെയുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, സ്പുട്നിക്, കോവിഡിൻ്റെ കുറച്ച് അബ്രിവേഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ അവാർഡുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടൽ ടണൽ, ഇത്തവണയും അടൽ ടണലിന് പ്രാധാന്യമുണ്ട്. അടൽ ടണലൊക്കെ എപ്പോഴും പത്രവാർത്തകളിൽ വരുന്നതാണ്. ഇനിയും ജയശങ്കറുമായി ബന്ധപ്പെട്ട് അല്ലേ, മന്ത്രിയായിരുന്ന ജയശങ്കറുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ CEO, ഓക്കെ, നീതി ആയോഗ് അതിൻ്റെ പൊസിഷൻസ്. ഇനി നോക്കിക്കേ, സ്റ്റാറ്റിക് GKയിൽ വന്നേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും പരിഗണന എവിടെ പോകുന്നുണ്ട്, കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഉള്ള ഭാഗങ്ങൾ. സുപ്രീം കോർട്ടിൻ്റെ CGI ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ്, സെക്യുലറിസം ആർട്ടിക്കിളിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് സെഷൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി, അടുത്തത്
അറ്റ്മോസ്ഫിയർ, സയൻസിന് പ്രാധാന്യമുള്ളത് അറ്റ്മോസ്ഫിയർ, നൊബേൽ പ്രൈസ്, ന്യൂസ് പേപ്പേഴ്സിനെ പറ്റിയുള്ള പ്രാധാന്യം, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ്, മെഡിക്കൽ കമ്മീഷൻ, ക്രിക്കറ്റ് ക്ലബ്സ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ കുറേയധികം ഹിസ്റ്ററി ചോദ്യങ്ങളൊന്നും അല്ല ഈ സ്റ്റാറ്റിക് GK പാർട്ടിൽ വന്നിരിക്കുന്നത്. ഹിസ്റ്ററി ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോർഷൻ പഠിക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി അനലൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇതിനെ ഒന്ന് കൃത്യമായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ PSCയുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ എങ്ങനെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ശരിക്കും അവിടെ നിങ്ങൾ GK പഠിക്കുന്നതിലും വ്യത്യസ്തത ഉണ്ടാവണം. ഇംഗ്ലീഷിൽ മാത്രമല്ല, നമുക്ക് വേണ്ട GK ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലൊപ്പം തന്നെ വേണ്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കൂടുതലും കറണ്ട് അഫയേഴ്സ് ക്ലബ് ചെയ്ത് തന്നെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിലെ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ, അല്ലാതെ വെറുതെ സ്റ്റാറ്റിക് GK പഠിച്ചിട്ട് പോകുകയല്ല, കറണ്ട് അഫയേഴ്സുമായി കൂടി ചേർന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വർഷം 2022 ചോദിച്ചതും ഈ കോർട്ട് വന്നിട്ടുണ്ട്. PM കെയർ ഫോർ ചിൽഡ്രൻ, എയർഫോഴ്സ് ഹെലികോപ്റ്റർ ക്രാഷ്, ഗാബ്രിയൽ ബോറിക്ക് സൈബർ സെക്യൂരിറ്റി അമെൻമെൻറ്റ്, ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ജഡ്ജ്. ആ വർഷങ്ങളിൽ വന്ന കറണ്ട് അഫയേഴ്സാണിത്. നാഷണൽ എമർജൻസി, ട്രൈബൽ ലാൻഡ് ആക്ട്, സൈബർ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സ്, രാജ്യസഭ, ഗ്രൗണ്ട് വാട്ടർ ഡേറ്റിംഗ്, ഹൈക്കോർട്സ്, ഓട്ടോബയോഗ്രഫീസ്, ഐസോടോപ്സ്, പാരാലിമ്പിക്സ്, റിവേഴ്സ്, ഏൻഷ്യൻ്റ് സൈറ്റ്സുകൾ. അപ്പം എപ്പോഴും നോക്കിയാൽ മതി, എല്ലാ പ്രാവശ്യവും ഈ ഏൻഷ്യൻ്റ് സൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രത്തിൽ നിന്ന് ആ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കടന്നു വരുന്നത്. നോക്കിക്കേ, ഇതിൽ ഏതൊക്കെ നമുക്കറിയാം ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ? സൈബർ ലോയ്ക്ക് ഈ ഒരു വർഷം 22-ലൊക്കെ എത്തിയപ്പോൾ തന്നെ 2-3 പാർട്ടുകൾ സൈബർ സെക്യൂരിറ്റി, സൈബർ ലോ തുടങ്ങിയ ഭാഗങ്ങളിലേക്കായി ഈ ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി. അപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും ആ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇനിയും 2024 എത്തിയപ്പോൾ വിഴിഞ്ഞം പോർട്ട് ചോദിച്ചു, വീണ്ടും പാരീസ് ഒളിമ്പിക്സ് ചോദിച്ചു, പിന്നെ PM സ്വാനിധി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഇത് 2020 ഈ പദ്ധതി വന്നത്. പക്ഷേ 2024 ഈ പ്രോഗ്രാംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റിലുള്ള അമെൻമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് PM സ്വാനിധിയൊക്കെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഭാരതീയ ന്യായ സംഹിത നമുക്കറിയാം 2024 വരുന്നതാണ്. അപ്പോൾ ആ മാറ്റം BNSന് ഉള്ള മാറ്റമൊക്കെ ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓ മുവ ചോദിച്ചിട്ടുണ്ട്. ഈ ഓ മുവ എന്ന് പറയുന്നത് ശരിക്കും 2017 കണ്ടെത്തിയ ഒരു നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഒരു വസ്തുവാണ് ഈ ഓ മുവ എന്ന് പറയുന്നത്. 2017 കണ്ടെത്തിയതാണ്. പക്ഷേ അതുപോലും നമുക്ക് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ED ആക്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. PMLA ഒക്കെ നമ്മൾ കുറേ പത്രവാർത്തകളിൽ കേട്ടതാണ് അല്ലേ, PMLA ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ED ആക്ടിലെ PMLAയും അതോടൊപ്പം തന്നെ FEMA ഒക്കെ നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പത്രവാർത്തകളിൽ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ED ആക്ടിനെ പറ്റിയൊക്കെ, ED ഒക്കെ എപ്പോഴും ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഗ്രീൻ ബോൺസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ബോൺസ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയ സൗരോർജ്ജവുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഊർജത്തിൻ്റെ ഉപയോഗം, അതിനുവേണ്ടി ഊർജ്ജം പുനരുപയോഗിക്കുന്ന ഊർജ്ജത്തിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അങ്ങനെയുള്ള കുറേ പദ്ധതികൾക്ക് കൊടുക്കുന്ന ഗ്രീൻ ബോൺസിനെ പറ്റി ഉള്ളതുണ്ടായിരുന്നു. നാഷണൽ കാർബൺ രജിസ്ട്രി, ഇത് രണ്ടും ഏകദേശം ഒരേ ടോപ്പിക്കുകളിൽ വരുന്നതാണ്. പിന്നെ വിസ ഫ്രീ കൺട്രീസിനെ പറ്റി ഒരു വാർത്തയുണ്ടായിരുന്നു, നോട്ട 2024. അപ്പോൾ 2024 അത്യാവശ്യം നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിച്ചു. 2024 കറണ്ട് അഫയേഴ്സിൽ കൂടുതലും ആ വർഷങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സ്റ്റാറ്റിക് GKയിലേക്ക് നോക്കുമ്പം UN-ൻ്റെ ഹെറിറ്റേജ് സൈറ്റ്സ്, പിന്നെ IGMDP മിസൈൽസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. കേരള സോഷ്യൽ റിവോൾട്ട്സ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിന് അകത്ത് വലുതായിട്ട് പരിഗണിക്കാത്ത ഒരു പദ്ധതി 2024 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ഹൈക്കോർട്ട് ഓഫ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ്, UPSC ആർട്ടിക്കിൾസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ. കണ്ടോ, വീണ്ടും ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നിവിടെ. ഫിഷിങ്ങിനെ പറ്റി ചോദിച്ചു, കമ്പ്യൂട്ടറിന് നല്ല പ്രാധാന്യം വരുന്നുണ്ട്. GI ടാഗ്സിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ പറ്റി ചോദിച്ചു, പിന്നെ ഫെസ്റ്റിവൽസിനെ പറ്റി ചോദിച്ചു. അപ്പം
ഈ സ്റ്റാറ്റിക് ജി കെയിൽ കുറേ പോർഷൻസ് ഫെസ്റ്റിവൽസ് ഇവിടെ വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് വീണ്ടും സി എ എന്ന് തന്നെ പറയാൻ പറ്റും. സി എയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സി എയുടെ പ്രാധാന്യം നിങ്ങൾ ആ സ്റ്റാറ്റിക് ജി കെയിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, 2016 നമുക്ക് ചോദിച്ച ഒരു ഏകദേശം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2016 ചോദിച്ചപ്പം 2015 തൊട്ട് 16 വരെ, അതായത് ഒരു വർഷത്തിൻ്റെ കാലയളവ് എന്ന് പറയാൻ പറ്റും. 19 ചോദിക്കുമ്പോൾ പുറകിലേക്കുള്ള ഒരു വർഷം കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു വർഷത്തെ പ്രാധാന്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2020 മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് 19 തൊട്ട് 20 വരെയുള്ളതാണ്. 22 മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് 21 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 24 കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഏരിയാസും 23 തൊട്ട് 24 വരെയാണ്. അപ്പം നമുക്കൊരു 12 മാസത്തിലെങ്കിലും കറണ്ട് അഫയേഴ്സ് നമ്മൾ ബിഫോർ എക്സാമിൽ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൗരയൂഥവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കൊക്കെ സാധാരണ രീതിയിൽ ഇതൊക്കെ കാണുന്നത് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ നല്ല പോലെ പ്രാധാന്യത്തിൽ വരുന്നത്. അതേപോലുള്ള ചോദ്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസൊക്കെ കുറച്ചും കൂടെ ഡെപ്തായിട്ട് തന്നെ പോകുക. HCA 2027 പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം. എക്സാം ഏകദേശം ജൂൺ തൊട്ട് ഓഗസ്റ്റ് 2027 വരുന്നത്. അപ്പം നമുക്ക് ജാനുവരി തൊട്ട് 2026 തൊട്ട് ഒരു ജൂലൈ 27 എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. എല്ലാ മാസവും ആ മാസത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഗുണം? നിങ്ങൾക്ക് ഒരുപാട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പോർഷൻസ് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, അവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നും വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട. ഡെയിലി ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്നുള്ള ന്യൂസുകൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള എക്സാമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതുന്ന ചാനലിലേക്ക് മാറ്റി കറണ്ട് അഫയേഴ്സ് വേണ്ടത് പഠിച്ച് ഒക്കെ ക്ലിയർ ചെയ്യാൻ CC അടിപൊളിയായിട്ട് നിങ്ങളെ സഹായിക്കും. CCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. നല്ല മെൻറ്ററോടൊപ്പം നല്ല ടീച്ചേഴ്സിനോടൊപ്പം ഒക്കെയും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ 8590202323 എന്ന ഞങ്ങളുടെ ഈ ബോർഡ് നമ്പറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്നുള്ള എക്സാം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ തന്നിരിക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മാസത്തെ കറണ്ട് അഫയേഴ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ചാനൽ കൊടുത്തിരിക്കാം. അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ മാസത്തെ കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിനും എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ എക്സസൈസ് ചെയ്ത് നോക്കാനും ഒക്കെ സഹായകരമായ ചാനലായിരിക്കും. അപ്പോൾ മറന്നു പോകണ്ട, നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം.